അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു, ലൈസ ബിത്വീലി വലാ ബിൽ ഖസ്വീരി, ലൈസ ബിത്വീലി കൂടുതൽ നീളമുള്ള ആളായിരുന്നില്ല, അയൽ ബാഇനിൽ മുഫ്രിത്തി ഫിത്വലീൻ അധിക നീളമുള്ള ഓവർ നീളമുള്ള ആളായിരുന്നില്ല, വലാ ബിൽ ഖസ്വീരി എന്നാൽ തങ്ങൾ പറ്റ കുള്ളനുമായിരുന്നില്ല. അവിടെ വിട്ടുപോയി. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്അൻ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്അയായിരുന്നു, ഒരൊത്ത ആളായിരുന്നു. ഒരൊത്ത ആള് എന്ന് പറഞ്ഞാൽ വമഅനാഹു അൽ മുതവസ്സിതു ബൈന ത്വവീലി വൽ ഖസ്വീരി, പറ്റ നീണ്ട ആളല്ല എന്നാ പറ്റ കുള്ളനുമല്ല, അതിനിടയിലുള്ള ഒരു മധ്യാവസ്ഥ, ഒരു മിതത്വമുള്ള ഒരു ഒത്ത പ്രകൃതമുള്ള ശരീരപ്രകൃതമുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കൂടുതൽ നീളമുള്ള ആളല്ല എന്നാ പറ്റ ചെറിയ ആളുമല്ല, എന്നാൽ പിന്നെ രണ്ടും കൂടി നോക്കുമ്പോൾ നീളത്തിലേക്കാണ് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുക, കുറച്ചധികം നീളം കാണിക്കും. അപ്പോൾ ഒരൊത്ത ശരീരമുള്ള ആളായിരുന്നു, ഓവർ നീളമില്ല, പറ്റ കുറിയ കുള്ളനുമല്ല, അങ്ങനെയുള്ള ആ അവസ്ഥയിലുള്ള ആളുമല്ല. പിന്നെയോ ഹസനൽ ജിസ്മി, അവിടുന്ന് നല്ല ശരീരമുള്ള ആളാണ്. ഹസനുൽ ജിസ്മു, ഹസനുൽ ജിസ്മു എന്ന് പറഞ്ഞാൽ ഇമാമുകൾ അവിടെ വിശദീകരിച്ചത് കാണാം, നല്ല നിറമുള്ള, അതുപോലെ തന്നെ മൃദുലമായ, അവയവങ്ങളൊക്കെ ഒത്ത, ഒന്നിനെ പിടിച്ചു നിൽക്കുന്ന രീതിയിൽ പരസ്പരം യോജിപ്പുള്ള അവയവങ്ങളുള്ള നല്ല ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഹസനുൽ ജിസ്മു എന്ന് പറഞ്ഞാൽ. നല്ല ശരീരത്തിനുടമയായിരുന്നു പറഞ്ഞാൽ, ശരീരം നല്ലവരായിരുന്നു പറഞ്ഞാൽ നല്ല നിറമായിരുന്നു, അതുപോലെ തന്നെ നല്ല മൃദുലമായിരുന്നു, മൃദുല ചർമ്മം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൊലി വളരെ മിനുസമുള്ള തൊലിയായിരുന്നു. അനസ് ബിൻ മാലിക് തങ്ങൾ തന്നെ പറയുന്ന ഹദീസിൽ ശേഷം വരുന്നുണ്ട്, മാ മസിസ്തു ദീബാജൻ വലാ ഹരിയറൻ അല്യന മിൻ കഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുൻകൈയിനേക്കാൾ മൃദുലമായ ഒരു പട്ടും ഞാൻ സ്പർശിച്ചിട്ടില്ല, അത്ര മിനുസമായിരുന്നു തങ്ങളുടെ മേനി. അപ്പോൾ അതാണ് ഹസനുൽ ജിസ്മു പറഞ്ഞാലേ, അതാ ഹസനുൽ ജിസ്മു. പിന്നെയോ വകാന ശഅറുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ മുടി ലൈസ ബിജഅദിൻ വലാ സബിഖ്, ലൈസ ബിജഅദിൻ അത് പറ്റെ ചുരുണ്ട് കെട്ടുകുടുങ്ങിയ മുടിയല്ല, ഓവറായിട്ട് ചുരുളുകളുള്ള അങ്ങനെ ചുരുണ്ടുകൂടിയ മുടിയല്ല, വലാ സബിഖിൻ എന്ന തീരെ ചുരുളുകളില്ലാതെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന മുടിയാണോ? അല്ല, രണ്ടിനും ഇടയിൽ. അതാ പറഞ്ഞു, വൽ മുറാദു അന്ന ശഅറഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുതവസ്സിത്തുൻ ബൈനൽ ജുഊദത്തി വസ്സുബൂത, രണ്ടിനും ഇടയിലുള്ള കുറച്ച് ചുരുളുണ്ട്, അങ്ങനെ ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന മുടി, അതല്ലാതെ പറ്റ ചുരുണ്ടുകൂടി ഇങ്ങനെ ചില ആൾക്കാരങ്ങനെ മുടി ചുരുട്ടി വെക്കുമല്ലോ, അങ്ങനെ പറ്റ മുടി ചുരുണ്ട ആളല്ല, എന്നാൽ ഒരു ചുരുളും ഇല്ലാതെ അങ്ങനെ നേരെ താഴ്ന്ന് വടി പോലെ കിടക്കുന്ന പ്രകൃതമല്ല, രണ്ടിനും ഇടയിൽ കുറച്ച് ചുരുളോട് കൂടെ ഉണ്ടായിരുന്ന മുടിയായിരുന്നു. അസ്മറൽ ലൗനി, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടും വെള്ള ആയിരുന്നില്ല, പച്ച വെളുപ്പ് തനി വെളുപ്പ് അങ്ങനല്ല. അസ്മറുൽ ലൗനി പറഞ്ഞാൽ ചുവപ്പ് കലർന്ന, കുറച്ച് ചുവപ്പുള്ള, ആ ചുവപ്പ് കലർന്ന വെളുത്ത നിറമായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിറം. ഈ ലോകത്ത് വെച്ച് ഏറ്റവും ഷറഫുള്ള നിറം അതാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹു പടച്ചത് ഏറ്റവും മുന്തിയ രീതിയിലാണ് അറിഞ്ഞില്ലേ. അങ്ങനെ വിശ്വസിക്കൽ തങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസത്തിന്റെ പൂർണ്ണതയുടെ ഭാഗമാണ്. ഇഅലം അന്ന മിൻ തമാമിൽ ഈമാനി ബിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അൽ ഈമാൻ എന്ന് പറഞ്ഞ ഇമാമുകളൊക്കെ വിശദീകരിച്ചു. തങ്ങളെ കൊണ്ട് വിശ്വസിക്കൽ നിർബന്ധമാണല്ലോ, അതിൻ്റെ പൂർണ്ണതയാണ് തങ്ങളെപ്പോലെയുള്ള ഒരു ശരീരപ്രകൃതി ഇവിടെ തങ്ങൾക്ക് മുമ്പോ ശേഷമോ ഒരാൾക്കില്ല. എന്തു നോക്കിയാലും ഒരു കുറവും ഉണ്ടാവില്ല, കൃത്യമായിരിക്കും. നമ്മൾ പറയില്ല ഒരാൾ ശരീരം ഇങ്ങനെ ഓരോ ന്യൂനതകൾ പറയാണ്ടാവില്ല, അതൊന്നും തങ്ങൾക്ക് പറയാണ്ടാവില്ല. അപ്പോൾ ഏറ്റവും ഷറഫുള്ള മുന്തിയ നിറം എന്ന് പറയുന്നത് ഈ ചുവപ്പ് കലർന്ന വെളുത്ത നിറാണ്. ആ നിറമായിരുന്നു തങ്ങൾക്ക്. അപ്പോൾ അസ്മറുൽ ലൗനി പറഞ്ഞുള്ള ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, സുമറത്ത് പറഞ്ഞാൽ ശരിക്ക്
ചില ഹദീസുകളിൽ വന്നതിൻ്റെ മഅന ഈ ചുവപ്പിനും കറുപ്പിനും ഇടയിലുള്ള ഒരു ഘട്ടം, ഈ തവിട്ട് നിറന്നൊക്കെ പറയുന്ന അസ്മറുല്ലവിനെ അറിയാം. എന്നാൽ ഇവിടെ അത് ചുവപ്പ് എന്നാണ് ഉദ്ദേശ്യം. അതായത് അവിടുത്തെ കടും വെളുപ്പല്ലായിരുന്നു, ആ വെളുപ്പിൽ ചുവപ്പ് കലർന്ന വെളുപ്പായിരുന്നു. ഇദാ മശാ യതകഫഉ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നാൽ തങ്ങൾ മുന്നോട്ടായുമായിരുന്നു. അയ്യതമായലു ഇലാ ഖുദ്ദാമിൻ, മുന്നോട്ട് ഇങ്ങനെ ചായും. കസഫീനത്തി ഫീ ജറീഹ, കപ്പൽ സഞ്ചരിക്കുന്നത് പോലെ, കപ്പൽ മുന്നോട്ട് ഇങ്ങനെ ചാഞ്ഞിട്ടാണല്ലോ പോവുക, അതേപോലെ. അതുപോലെ തന്നെ വേറെ റിവായത്തിൽ കാണാൻ കഅന്നമായ യൻഹത്തു മിൻ സ്വബബിൻ, ഒരു കുഴിയിലിറങ്ങും പോലെ, കുഴിയിലിറങ്ങും പോലെ. കാല് പറിക്കുമ്പോൾ ഒന്നാകെ തങ്ങൾ പറിച്ചെടുക്കും. വിശാലമായ ഇങ്ങനെ അടുത്തടുത്ത് ചവിട്ടടി വെക്കാതെ വിട്ടിട്ടാണ് വെക്കുക, അതൊക്കെ ഹദീസിൽ കാണാം. ഇതൊക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിഷമമായി. ഇപ്പം എന്താ തങ്ങളെ പറഞ്ഞത്? തങ്ങൾ കൂടുതൽ നീളമുള്ള ആളല്ല, പറ്റ കുറിയ ആളുമല്ല, രണ്ടിനും ഇടയിലുള്ള ഒരൊത്ത ശരീരപ്രകൃതമായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നത്. അതുപോലെ തന്നെ പിന്നെന്ത് പറഞ്ഞു? അവിടുത്തെ ശരീരം നല്ല സുന്ദരമായ ശരീരമായിരുന്നു. അതുപോലെ അവിടുത്തെ മുടി പറ്റ കെട്ടുകുടുങ്ങി ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന മുടിയല്ല, എന്നാൽ പറ്റ ഒരു ചുരുളും ഇല്ലാതെ പറ്റ താഴ്ന്നങ്ങനെ വടി പോലെ കിടക്കുന്ന മുടിയല്ല. അതുപോലെ തന്നെ ചുവപ്പ് കലർന്ന വെളുത്ത നിറമായിരുന്നു. നടക്കുമ്പോൾ മുന്നോട്ട് ആഞ്ഞ് ഒരു കുഴിയിലിറങ്ങുന്നത് പോലെയുള്ള രീതിയിലുള്ള നടത്തമായിരുന്നു നടക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുവഴി നമ്മുടെ രണ്ട് ലോകത്തെയും എല്ലാ പ്രയാസങ്ങളും പരിഹരിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായുള്ള ഒരു ജീവിതം നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.